ഹലോ, വെൽക്കം ബാക്ക് ടു യത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്കുണ്ടല്ലോ, ഇതെന്നാന്ന് മനസ്സിലായോ? അടിപൊളിയായിട്ടൊരു കറി ഉണ്ടാക്കാനാണ്. എന്നാ സംഭവം എന്നല്ലേ, നമുക്ക് നല്ലൊരു സാമ്പാർ വെറൈറ്റി ആയിട്ട് എങ്ങനെയാണെന്നല്ലേ, നമ്മുടെ മാമ്പഴമൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വെക്കാൻ പറ്റിയ ഒരു മാമ്പഴ സാമ്പാർ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ മാമ്പഴക്കാലമൊക്കെ തീർന്നു പോയെന്ന് തോന്നുന്നു. എന്നാലും എതിലേലും ഒന്ന് രണ്ടെണ്ണമൊക്കെ കിട്ടാണ്ടിരിക്കില്ലല്ലോ. എന്നാൽ പിന്നെ നമുക്ക് നോക്കിയാലോ. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റും ഹൈപ്പൊക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു നാല് മാമ്പഴം ഉണ്ട് കേട്ടോ. ഈ 4 മാമ്പഴത്തിനെ ഒന്ന് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം എന്നാന്നല്ലേ, നമ്മളിതിനെയൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതാണേ. അപ്പോൾ ഈ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാർബൈഡൊക്കെ ഉണ്ടാവുമെന്ന്. അപ്പോൾ എന്തായാലും ഉണ്ടാവും, ഇല്ലായികയൊന്നുമില്ല. എന്തായാലും അതവിടെ അങ്ങ് ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പരിപ്പാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇരുന്ന പരിപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ പരിപ്പോടെ ഉണ്ടാക്കുന്ന പരിപ്പുണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതിനെ ഒന്ന് കുതിർക്കാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അതിനൊരു 3-4 ബിസിലൊക്കെ അടുപ്പിക്കാനായിട്ട് അതിന് കുക്കറിലേക്കൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചങ്ങോട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അതങ്ങനെ ഇങ്ങ് നടക്കട്ടെ അല്ലേ. അങ്ങനെ നമ്മുടെ കുക്കറൊക്കെ ഒന്ന് അടുപ്പത്തോട്ട് കയറ്റി വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മാമ്പഴം ഒന്ന് നന്നായിട്ട് തൊലിയൊക്കെ ചെത്തി കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മാമ്പഴമൊക്കെ ആണെങ്കിൽ തൊലി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ പെറുക്കിക്കൊണ്ട് വരുന്നതാണെങ്കിൽ കേട്ടോ. ഇതിപ്പോൾ എന്തായാലും നമുക്ക് തൊലിയൊക്കെ ചെത്തി നല്ല നീറ്റായിട്ടൊന്ന് എടുക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ നമ്മുടെ മാമ്പഴമൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി ഈ തൊലി ഉണ്ടല്ലോ, നാട്ടിലെ നമ്മുടെ നല്ല മാമ്പഴത്തിൻ്റെ തൊലിയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് പിഴിഞ്ഞ് നമുക്കത് എടുക്കാം കേട്ടോ. എന്നാന്ന് വെച്ചാൽ നല്ലൊരു സ്വാദ്, അതുപോലെ നല്ലൊരു മണമൊക്കെ ഉണ്ടാവേ. അതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന മാമ്പഴമായതുകൊണ്ട് പിന്നെയും പറയുകയാണ്, കൊള്ളുകയില്ല. ശരിയല്ലേ? എന്നാൽ പിന്നെ നമ്മുടെ മാമ്പഴത്തിനെ ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. മാങ്ങാണ്ടിയൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതൊരു സ്വല്പം മഞ്ഞപ്പൊടിയാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി മതിന്നേ. പിന്നെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഞാൻ സ്വല്പം ഇട്ടിട്ടുള്ളൂ. ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പ് കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ. ഇതിനെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആവും. ഒരു 5 മിനിറ്റൊക്കെ തിളച്ചാൽ മതിയാവും. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമ്പഴം ആയതുകൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതിനെ നമുക്ക് അങ്ങോട്ട് വേവിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ആ സമയം കൊണ്ട് ഒരു തേങ്ങ നോക്കിയപ്പോൾ ചെറുകാനായിട്ട് നമുക്കിപ്പോൾ ഇല്ലായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ അതിനെ ഒന്ന് തല്ലിപ്പൊട്ടിച്ചെടുക്കാമെന്ന് വെച്ചു. ഈ പരുവത്തിലൊന്ന് തല്ലിപ്പൊട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. വെള്ളം കുറച്ച് താഴെയൊക്കെ പോയി, എന്നാലും കുറച്ച് വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി നല്ല രുചിയുള്ള തേങ്ങാ വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് ചുരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി തേങ്ങയൊന്നുമില്ല, കുറച്ച് തേങ്ങയുള്ള. എന്നാന്ന് വെച്ചാൽ തേങ്ങയ്ക്ക് വില കൂടുതലാണേ. നിങ്ങളുടെ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. എന്തായാലും ഒരു കടായി നമുക്ക് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചുരണ്ടി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിനൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം. പക്ഷേ ഒരു കാര്യം, അതിനു മുമ്പ് ഈ സാധാരണ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം എണ്ണയും കൂടെ ഒഴിച്ചിട്ട് വറുത്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ നമ്മൾ തേങ്ങ ചിരക്കി എടുക്കുന്ന സമയത്ത് ഇത്ര വലിയതൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അതിനെ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് ഇങ്ങനെ നമുക്ക് വറുക്കാനായിട്ട് എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് വറുത്ത് കിട്ടും കേട്ടോ. എന്തായാലും ഞാൻ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല, ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ചെറുതനായിട്ടാണ് ഞാൻ ചുരണ്ടി എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ ഒരു 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ നമ്മുടെ തേങ്ങ ഒന്ന് വറവൊരു പകുതി മുക്കാലൊക്കെ ആയി വരുമ്പോഴത്തേക്കും കേട്ടോ, മുക്കാലൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമ്മളൊരു 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ മിക്സ് വറവൊക്കെ ഒന്ന് പാകമായി ഈ ഒരു പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കളർ നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇതിലെത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല. എന്തായാലും അതിനെ ഒന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ കടായിൽ വെച്ചാലും മതി, കുഴപ്പമില്ല. പെട്ടെന്ന് ഇങ്ങനെ കിട്ടാനെങ്കിൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനെ ഒന്ന് നികത്തിയിട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് എന്താ പറയുക തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ അരകില്ലിൽ വെച്ചിട്ട്, അതായത് അമ്മിയിൽ വെച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. കാരണം എന്നാന്നല്ലേ, ഇതിനെ കൊണ്ട് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒത്തിരി കാണത്തില്ല അരയ്ക്കാനായിട്ട്. അപ്പോൾ ഈ കല്ലിൽ വെച്ച് അരച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ സ്വാദുണ്ടാവും. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു പ്രത്യേക അനുഭൂതി അല്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ കല്ലിലൊക്കെ വെച്ച് അരയ്ക്കുന്നത്. എല്ലാവർക്കും ഒക്കെ ഇഷ്ടമുള്ള പരിപാടിയാണല്ലേ. ഞാനും വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുണ്ട്, എപ്പോഴും ഒന്നുമില്ല. കാരണം ഈ കല്ല് കഴുകിയൊക്കെ എടുത്ത് വെക്കാനുള്ള ഒരു ഇതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് സമയത്തിനാണേലും അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ചിന്തിക്കാറ്, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്കിഷ്ടമാണ് ഇങ്ങനെ കല്ലിൽ അരച്ച് കറിയൊക്കെ ഉണ്ടാക്കണേ. തോരനൊക്കെ വെക്കണതാണേലും ചമ്മന്തി അരയ്ക്കുന്നത് പ്രധാനമായിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ തേങ്ങായ ഒരു സ്വല്പം വെള്ളം കൂട്ടി ഒന്ന് അരച്ചിങ് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് വെണ്ണ പോലെ എന്ന് പറയാനില്ല, എന്നാൽ ഒരുപാട് ചതച്ച് വാരിയല്ല, ആ ഒരു പരുവത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് എടുത്ത് വെക്കാം കേട്ടോ.
അങ്ങനെ തേങ്ങയുടെ അരവെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുക പരിപ്പ് എല്ലാം ഒന്ന് വെന്തിരിക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിൻ്റെ വാഷറും കൂടെ അതിൻ്റെ അകത്തോട്ടങ്ങ് ചാടിപ്പോയി വെച്ചു. എന്തായാലും അത് നോക്കിയപ്പോൾ നന്നായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് ഉടച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ എന്തായാലും നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഒരു വിസ്ക് വെച്ചിട്ട്. വേറൊന്നുമല്ല, നമ്മുടെ പിള്ളേർക്ക് എന്തിനാണ് നമ്മൾ വെറുതെ പണി ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അല്ല അതുങ്ങൾ ചോറുണ്ടെന്ന സമയത്ത് അതിൻ്റെ അകത്തുനിന്ന് പരിപ്പ് ഓരോന്നോരോന്നായിട്ട് പെറുക്കി മാറ്റി വെക്കണം. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ അവർക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരുവത്തിൽ നല്ല രീതിയിലൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റൗവിൽ കൊണ്ട് നമ്മുടെ മാമ്പഴമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ എന്തായാലും അതിനെ ഒന്ന് നോക്കിയേക്കാം. നല്ല നീറ്റായിട്ടിരുന്ന് നല്ല അടിപൊളിയായിട്ടിരുന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരവുണ്ടല്ലോ അതെല്ലാം കൂടെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അത് ആ പാത്രം കഴുകിയിട്ട് ഒരു സ്വല്പം വെള്ളം കൂടെ, ഒത്തിരി വെള്ളം വേണ്ട കേട്ടോ, ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കൊന്ന്. അതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് മിക്സ് ആവാനായിട്ടാണ്. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മളവിടെ പരിപ്പ് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പരിപ്പ് ശരിക്കും പറഞ്ഞാൽ ഉടച്ച് വെച്ച് തന്നെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇടുകയാണ്. പിന്നെ ഞാൻ പറയുകയാണ്, പരിപ്പ് ഒത്തിരി ഉടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പിള്ളേരുള്ള വീട്ടിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും ബെറ്റർ കേട്ടോ. അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട് കൊടുത്താൽ അതുങ്ങളുടെ വയറ്റിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെല്ലും. സാധാരണ പിള്ളേരൊന്നും കഴിക്കത്തില്ലല്ലോ, അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ പരിപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരവും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളുക. വേറൊന്നുമല്ല, നമ്മുടെ പരിപ്പ് ചിലപ്പോൾ ഈ പാത്രത്തിൻ്റെ അടിഭാഗത്ത് ചിലപ്പോൾ പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളുക. ഇളക്കി ഒന്ന് ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്തോണം. പിന്നെ എന്താ പറയുക, നമ്മളിവിടെ കായമൊന്നും പ്രത്യേകിച്ച് ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാൻ കായപാത്രം കാര്യം പറഞ്ഞ എൻ്റെ അപ്പുറത്ത് ഇരിപ്പുണ്ട് കണ്ടല്ലോ. പക്ഷെങ്കിൽ അതിൻ്റെ രുചിയൊക്കെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, നമ്മളിവിടെ സാമ്പാർ പൊടി ഞാൻ കടയിൽ നിന്ന് വാങ്ങുന്ന സാമ്പാർ പൊടി തന്നെയായിരുന്നു ഇന്ന് ഉപയോഗിച്ചിരുന്നത്. ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയായിരുന്നു. അതിൽ നല്ല കായവും എല്ലാ കൂട്ടുകളും ഉണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അപ്പം നമ്മുടെ സാമ്പാറൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വേണ്ടതുണ്ടല്ലോ കടുകുവറ എന്ന് പറയുന്ന പോലെ തന്നെ കടുകുവറയാണ് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സ്വല്പം കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി അരിയാൻ മറന്നുപോയി, അതുകൊണ്ട് തന്നെ കറിവേപ്പിലയും നമ്മുടെ ചുമന്നമുളക് 2 എണ്ണം അങ്ങാണ്ടേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് മൂത്ത് വരുന്നിടം വരെ, അത്രേ ഉള്ളൂ. എണ്ണയൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. എന്തായാലും അങ്ങനെ കടുകൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സാമ്പാറിലേക്ക് അതിനെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ കടായിലേക്ക് സ്വല്പം സാമ്പാറും കൂടെ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ബാക്കി എണ്ണയും കൂടെ ഒന്ന് ചുറ്റിച്ച് അതിൻ്റെ തൊട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുക. അപ്പോൾ വരുന്ന ആ സ്മെല്ലുണ്ടല്ലോ എൻ്റെ പൊന്നു മോനെ, അത് മാത്രം മതി ഇച്ചിരി അമ്മമ്മ ഉണ്ണാനായിട്ട് കേട്ടോ. നല്ല രുചിയാണ്. മാമ്പഴ സാമ്പാറാണ്. നമ്മളിന്ന് മാമ്പഴ പുളിശ്ശേരി മാമ്പഴ പച്ചടിയൊക്കെ വെക്കുന്നവരല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതും കൂടെയൊക്കെ ഒന്ന് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ. വെറൈറ്റി ആയിക്കോട്ടെ. എല്ലാവർക്കും ഒരു എന്താ പറയുക, ഒരു പുതുരുചി ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ എന്ന് പറഞ്ഞ പോലെ ദാ കിടക്കുന്നു. നമ്മുടെ മാമ്പഴമൊക്കെ നല്ല അടിപൊളി സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കണ്ട. ടാറ്റാ.